മോർണിംഗ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഐഡിയൽ ബോസ് സിസ്റ്റത്തിൻ്റെ കണ്ടീഷനിലെ P/KTയുടെയും n-n0/Vയുടെയും എക്സ്പ്രഷനാണ്. ബോത്ത് ആർ സ്റ്റാർട്ടിങ് ഫ്രം 1/λ3. ഒന്ന് G5/2 ഓഫ്സെറ്റ് ആണെങ്കിൽ ഒന്ന് G3/2 ഓഫ്സെറ്റ്. ഇത് രണ്ടുമാണ് P/KTയും n/Vയും തമ്മിലുള്ള റിലേഷനിൽ വരുന്ന വ്യത്യാസം. ഓക്കെ, now we are moving to our thermodynamical quantities. The first quantity is internal energy. Internal energy എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. It is the average energy of that system. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇതും ഒക്കെ പഴയ പ്രീവിയസ് ചാപ്റ്റേഴ്സ് എന്നുള്ള ഇക്വേഷൻസ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അതിൽ വരുന്ന എക്സ്പ്രഷൻ ഇതാണ്: -∂/∂β of log z. Z is the grand partition function. At constant z, v. Z എന്ന് പറഞ്ഞാൽ μ/KT ആണ്. അതൊക്കെ നമ്മൾ പറയേണ്ട ഫിഗാസിറ്റി ആണ്. അപ്പോൾ കോൺസ്റ്റന്റ് z, v എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് മ്യൂ, ടി ആൻഡ് വി. നമ്മൾ ഓൾറെഡി ഗ്രാൻഡ് കനോണിക്കൽ എൻസെമ്പിളിൻ്റെ കണ്ടീഷനിൽ പറഞ്ഞത് മ്യൂവും ടിയും വിയും ആണ് അവിടെ വേരിയബിൾ അല്ലാതെ ഉള്ളത്. എനർജിയും നമ്പർ ഓഫ് പാർട്ടിക്കിൾസും വേരിയബിൾ ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, ഇന്റേണൽ എനർജിയുടെ എക്സ്പ്രഷൻ ആണ് -∂/∂β of log q. And this can be written as log q. എന്താണ് log q is equal to എന്താ? കഴിഞ്ഞതിൽ നമ്മൾ പറഞ്ഞ എന്തായിരുന്നു? Q പൊട്ടൻഷ്യലിൻ്റെ ഫോമുല എഴുതി കഴിഞ്ഞാൽ you can write this as ∂Q/∂T. Q പൊട്ടൻഷ്യൽ log q minus log q. പക്ഷേ ∂Q/∂T ആണ്. അപ്പോൾ ഇവിടെ Q ആണ്, log q എന്നാൽ സ്മോൾ q ആണ്. പിന്നെ നമ്മൾ ബീറ്റയ്ക്ക് പകരം 1/KT ആണ്. 1/KTനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്ത എക്സ്പ്രഷനാണ് KT² × ∂Q/∂T. നിങ്ങളിത് നോക്കിക്കഴിഞ്ഞാൽ പഴയ ചാപ്റ്ററുകളിൽ നമുക്ക് കാണാവുന്ന അതേ എക്സ്പ്രഷനാണ്. വിത്ത് റെസ്പെക്ട് ടു ബീറ്റ ഡിഫറൻഷിയേറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ബീറ്റ എന്ന 1/KT അല്ലേ. ∂Q/1/KT log z/1/KT അതാണ് നമ്മൾ ചെയ്യുന്നത്. log z/1/KT ∂/1/KT of log z. 1/KT വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? ∂/∂T of log z കാൽക്കുലേറ്റ് ചെയ്യുക, ഡിവൈഡ് ബൈ ∂/∂T of 1/KT ചെയ്യുക, ∂/∂T of 1/KT ചെയ്യുക. അങ്ങനെ ചെയ്തിട്ട് കിട്ടുന്ന എക്സ്പ്രഷനാണ് ഇവിടെ നമ്മൾ എഴുതിയിട്ടുള്ളത് KT² × ∂Q/∂T. നമ്മൾ ഈ പറഞ്ഞ സ്റ്റെപ്പ് ഈ സ്റ്റെപ്പ് നമ്മൾ ഇതിന് മുമ്പത്തെ ചാപ്റ്ററുകളിൽ ചെയ്തിട്ടുണ്ട്. സോ ഇഫ് യു ഹാവ് എനി ഡൗട്ട് ഗോ ടു ദാറ്റ് ചാപ്റ്റർ. അവിടെ നോക്കിയാൽ നിങ്ങൾക്കത് കാണാം. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു ഈ സാധനത്തെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? KT² × ∂Q/∂T എന്നായിട്ട് മാറ്റി എഴുതാം. And we have already written this. Q is equal to PV/KT. Q പൊട്ടൻഷ്യലിന് പകരം PV/KT എന്ന് പറയാം, log z എന്ന് പറയാം, ഇതിലേക്ക് ഒന്നാണ്. സ്മോൾ q is equal to PV/KT ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. Then KT² × ∂/∂T of P/KTയുടെ എക്സ്പ്രഷൻ is from 7c. P/KT is equal to 1/λ3 into G5/2 offset. അല്ലേ, 1/λ3 into G5/2 offset ആണ് P/KT. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പ്രഷൻ എന്തായിട്ട് മാറും? KT² × ∂/∂T of P/KTക്ക് പകരം 1/λ3 G5/2 offset ഇൻറ്റു V ഉണ്ടല്ലോ, ഇൻറ്റു വിയും നമ്മൾ ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് KT² × λ എന്ന് പറയുന്നത് എന്താ? λ മീൻ തെർമൽ വേവ്ലെങ്താണ്. ദാറ്റ് ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നൊരു ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ അത് നമുക്ക് ഡിഫറൻസിയേഷൻ്റെ പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല, ഡിഫറൻസിയേഷൻ്റെ ഉള്ളിൽ പറ്റണം. G5/2 offset that can be taken outside that differentiation. G5/2 offset നമ്മൾ പുറത്തേക്ക് എടുക്കാം, ഇൻറ്റു വി അതും പുറത്തേക്ക് എടുത്തു. KT² × V × G5/2 offset പുറത്തേക്ക് വന്നു, ∂/∂T of 1/λ3. Substitute for lambda
എച്ച് ബൈ റൂട്ട് ഓഫ് 2πm KT. അതാണ് ലാംഡ എന്ന് പറയുന്നത്. ലാംഡ ക്യൂബ് എന്ന് പറയുമ്പോൾ എച്ച് ക്യൂബ് ബൈ 2πm KT ഹോൾ റൈസ് ടു 3/2 ആണ്. 1 ലാംഡ ക്യൂബ് ആകുമ്പോൾ 2πm KT ഹോൾ റൈസ് ടു 3/2 ബൈ എച്ച് ക്യൂബ്. ബാക്കിയൊക്കെ പുറത്തുള്ള അതേ ടൈമാണ്. KT² V G 5/2 ഓഫ് Z പുറത്താണ്. ഡോ ബൈ ഡോ ടി ഓഫ് 2πm KT ഹോൾ റൈസ് ടു 3/2 ബൈ എച്ച് ക്യൂബ്. നൗ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ഇതിലിപ്പോൾ 2πm കെയും എച്ച് ക്യൂബും കോൺസ്റ്റൻ്റ് ആണ്. അല്ല, വിത്ത് റെസ്പെക്ട് ടു ടി ആണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതെങ്കിൽ 2πm k and h cube 2πm k all raised to 3/2 and h cube are constant. KT² പുറത്തുണ്ട്, V പുറത്തുണ്ട്, G 5/2 ഓഫ് Z പുറത്തുണ്ട്. 2πm k all raised to 3/2 3/2 നമുക്ക് പറഞ്ഞാണല്ലോ. 2πm k all raised to 3/2 പുറത്തേക്ക് കൊണ്ടുവന്നു. എച്ച് ക്യൂബും പുറത്തേക്ക് വന്നു. ഡിഫറൻസിയേഷനുള്ളിൽ ഡോ ബൈ ഡോ ടി ഓഫ് ടി റേസ് ടു ഹാഫ്. Sorry, dou by dou t of t raised to 3/2. T raised to 3/2. Dou by dou t of 3 x raised to n. അല്ലെങ്കിൽ dou by dou x of x raised to n x raised to n minus 1 ആണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ നമുക്ക് ഫോർമുല യൂസ് ചെയ്ത് കഴിഞ്ഞാൽ t raised to 3/2 എന്ന് പറയുമ്പോൾ 3/2 ഇൻറ്റു t raised to 3/2 minus 1. 3/2 minus 1 is equal to 1/2. KT² V G 5/2 of Z 2πm k all raised to 3/2 by h cube 3/2 into t raised to half. Okay, this is the expression. ഇനി നമുക്കിതിൽ ഒരു റീഅറേഞ്ച്മെൻറ്റുകളോ ക്യാൻസലേഷനൊക്കെ നടത്താൻ പറ്റുമെങ്കിൽ അത് ചെയ്യാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യുന്നത്. അപ്പോൾ ഇത് നോക്കാം. KT² V G 5/2 of Z 2πm k t raised to 3/2 ഇങ്ങനെ ഓൾ റേസ് ടു 3/2 ആണെങ്കിൽ t raised to 3/2 വരണം അല്ലേ. t raised to 3/2 വരണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്താൽ മതി, ടി ഒരു ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതേപോലെ തന്നെ ടി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ t raised to half into t, that is t raised to 3/2 ആയി. അപ്പോൾ 2πm KT all raised to 3/2 by h cube 3/2 ഉണ്ട്. വെറുതെ മൾട്ടിപ്ലൈ ചെയ്യാൻ ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ മാത്രം പറ്റില്ല, അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ അപ്പോൾ ബൈ ടിയും വരും. ഇതിലൊരു ടികൾ ക്യാൻസൽ ചെയ്യും. ഓക്കെ, അപ്പോൾ k 3/2 ഇൻറ്റു ഇവിടെ 3/2 ഉണ്ട്, KT ഉണ്ട്, V ദിസ് ഇസ് ലാംഡ ക്യൂബ് 1 ലാംഡ ക്യൂബ് അല്ലേ. 2πm KT all raised to 3/2 h cube എന്നാണ് 1 ലാംഡ ക്യൂബ് ആണ്. അപ്പോൾ 3/2 KT P ലാംഡ ക്യൂബ് G 5/2 ഓഫ് Z ആണ് ഇത് ഇൻറ്റേർണൽ എനർജിയുടെ എക്സ്പ്രഷൻ. 3/2 KT P ലാംഡ ക്യൂബ് G 5/2 ഓഫ് Z. And 1 lambda cube into G 5/2 of Z. നമ്മളതിന് പറഞ്ഞ എക്സ്പ്രഷൻ എന്തായിരുന്നു? ദാറ്റ് ഈസ് ഫ്രം ഇക്വേഷൻ നമ്പർ 7C. മുമ്പ് എഴുതിയ 7C എന്ന് പറയുന്ന ഇക്വേഷൻ ഒന്ന് ചെക്ക് ചെയ്യുക. 1 lambda cube into G 5/2 of Z. ദാറ്റ് ഈസ് P/KT അല്ലേ. ആ P/KT എന്ന് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ 1 lambda cube G 5/2 of Z പകരം P/KT സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 3/2 KT ഉണ്ട്, V ഉണ്ട്, 1 lambda cube G 5/2 ആണ്, P/KT ഉണ്ട്. KT ക്യാൻസൽ ചെയ്തു. U is equal to 3/2 PV. U is equal to 3/2 PV. Or P is equal to, this is the expression, this is the equation number 10 is the general expression for internal energy. അതിന് നമ്മൾ ആ 1 lambda cube സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതിയതാണ്. U is equal to 3/2 PV. From that P is equal to 2U by 3V. P is equal to 2U by 3V. Okay. ഇനി നമ്മൾ രണ്ട് കണ്ടീഷൻ, ഹൈ ടെമ്പറേച്ചർ ആൻഡ് ലോ ടെമ്പറേച്ചർ കണ്ടീഷൻസ് പറയാണ്. അപ്പോൾ ഹൈ ടെമ്പറേച്ചർ കണ്ടീഷൻ, ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ സെഡിൻ്റെ വാല്യൂ, ആ റെഡിങ്കിൽ എഴുതിയ ഭാഗം നമ്മൾ ശ്രദ്ധിക്കുക. സെഡിൻ്റെ വാല്യൂ എന്താ വരിക? സെഡ് ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു മ്യൂ ബൈ KT ആണ്. ടി കൂടിക്കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ പവർ ഇ റൈസ് ടു എന്ന് പറയുന്ന ടേമിൽ ഡിനോമിനേറ്റർ കൂടും. ഡിനോമിനേറ്റർ കൂടിക്കഴിഞ്ഞാൽ ഇ റൈസ് ടു എന്ന് പറയുന്ന ടേം കുറയും. ഇ റൈസ് ടു എന്ന ടേം കുറഞ്ഞു കഴിഞ്ഞാൽ സെഡിൻ്റെ വാല്യൂ വളരെ കുറവെന്നാണ് അർത്ഥം. As t increases, Z decreases.
നൗ നമുക്കറിയാവുന്ന കാര്യമുണ്ട് N0 എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ ഗ്രൗണ്ട് സ്റ്റേറ്റ്. ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ് നമ്മൾ പറയുന്നത്. സെറ്റിൻ്റെ വാല്യൂ number of particles N0 is equal to Z by 1 minus Z. That is തൊട്ട് മുമ്പ് ഭാഗത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് N0 is equal to Z by 1 minus Z. സെറ്റിൻ്റെ വാല്യൂ വളരെ കുറഞ്ഞു കഴിഞ്ഞാൽ N0 എന്ന് പറയുന്നത് എന്തായിരിക്കും? വളരെ കുറവാണ്. ആസ് Z approaches to 0 N0 0 ആയിരിക്കും അല്ലേ? സെറ്റിൻ്റെ വാല്യൂ കുറയുന്നതിനനുസരിച്ച് N0ൻ്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ T ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് സെറ്റിൻ്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടേയിരിക്കും. സെറ്റിൻ്റെ വാല്യൂ കുറയുന്നതിനനുസരിച്ച് N0ൻ്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ N0 എന്ന് പറയുന്നത് വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ളൊരു ക്വാണ്ടിറ്റി ആയിരിക്കും ഫോർ വെരി ഹൈ ടെമ്പറേച്ചർ. ഓക്കെ, ഇപ്പോൾ ടെമ്പറേച്ചർ കൂടിക്കൊണ്ടേയിരിക്കുക. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് സെറ്റിൻ്റെ വാല്യൂ കുറയും. സെറ്റിൻ്റെ വാല്യൂ കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഡിക്രീസ് ചെയ്യും. എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ? ടെമ്പറേച്ചർ കൂടുന്തോറും ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള പാർട്ടിക്കിളുകളൊക്കെ ഹൈ റേഞ്ച് കിട്ടി എക്സൈറ്റഡ് സ്റ്റേറ്റുകളിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ വെരി ഹൈ ടെമ്പറേച്ചർ എത്തിക്കഴിഞ്ഞാൽ ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള പാർട്ടിക്കിളിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എക്സൈറ്റഡ് സ്റ്റേറ്റിലുള്ള പാർട്ടിക്കിളുകളുടെ എണ്ണത്തെ അപേക്ഷിച്ച് വളരെ കുറവായിരിക്കും. അറ്റ് വെരി ഹൈ ടെമ്പറേച്ചർ the number of particles in the ground state will be negligibly small compared to the total number of particles in the system. അപ്പോൾ സിസ്റ്റത്തിലെ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെ അപേക്ഷിച്ച് ഗ്രൗണ്ട് സ്റ്റേറ്റിലെ പാർട്ടിക്കിളുകളാണ് വളരെ കുറവായിരിക്കും when T is very high. ഓക്കെ, അപ്പോൾ N/V is equal to N0 എന്ന് പറയുന്ന ടേം എന്താണ്? നെഗ്ലിജിബിളി സ്മോൾ ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ N/V is equal to എന്നുള്ള എക്സ്പ്രഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു 1/λ³ G 3/2 of Z. N/V എന്ന് പറഞ്ഞാൽ സ്മോൾ n ആണ്, ദാറ്റ് ഈസ് പാർട്ടിക്കിൾ ഡെൻസിറ്റി. അപ്പോൾ G 3/2 of Z is equal to N⁴ എന്നാണ്. G 3/2 of Z ൻ്റെ എക്സ്പ്രഷൻ Z എന്ന് പറഞ്ഞാൽ എന്താണ്? സോറി, G of Z എന്ന് പറഞ്ഞാൽ എന്താണ്? Okay, this G of Z is equal to Z plus Z square by 2 raised to nu plus Z cube by 3 raised to nu plus etc. എന്നല്ലേ പറയുന്നത്. അപ്പോൾ അതേപോലെ G 3/2 of Z എഴുതി കഴിഞ്ഞാൽ Z plus ക്ലാരിറ്റി കുറവുണ്ട്. G 3/2 of Z is equal to ഈ λ³ പുറത്തേക്ക് വന്നു. ഈ ക്യാപിറ്റൽ N/Vക്ക് പകരം സ്മോൾ n കൊടുത്തു. ദാറ്റ് ഈസ് Z G 3/2 of Z is equal to small n into λ³ that is equal to Z plus Z square by 2 raised to 3/2 plus Z cube by 3 raised to 3/2 plus Z raised to 4 by 4 raised to 3/2 etc. അങ്ങനെ പോകും. ആ ടേം അങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് പോകും. ഓക്കെ, now put small n is equal to 1/small v. ഇവിടെ n ഉം v ഒക്കെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ്. n is the total number of particles and capital V is the volume. Now we are introducing small b. Small v is equal to 1/n, that is inverse of particle density. G 3/2 of Z is equal to λ³ by v എന്നാണ് നമുക്ക് കിട്ടുക. G 3/2 of Z is equal to λ³ by v. Okay, now ഈ എക്സ്പ്രഷൻ നോക്കാം. ടി കൂടിക്കഴിഞ്ഞാൽ ഇവിടെ ബ്ലാക്കിൽ ടി കൂടിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു സെറ്റിൻ്റെ വാല്യൂ വളരെ കുറവാകും. N0 നെഗ്ലിജിബിളി സ്മോൾ ആയിരിക്കും കമ്പയർ ടു ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് n അല്ലേ. നൗ P/KT is equal to 1/λ³ into G 5/2 of Z. അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സ്പ്രഷനാണ്. N/V is equal to 1/λ³ G 3/2 of Z. ഓക്കെ, ഇത് രണ്ടും ഡിവൈഡ് ചെയ്തു. P/KT is equal to 1/λ³ G 5/2 of Z divided by N/V is equal to 1/λ³ G 3/2 of Z. ഇത് രണ്ടും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡിനോമിനേറ്ററിലാണ് ഈ കിടക്കുന്നത്. അപ്പോൾ അത് മുകളിലേക്ക് വന്നു. PV/NKT എന്നായി. ദാറ്റ് ഇസ് ഈക്വൽ ടു 1/λ³ രണ്ടിലുണ്ട്, അത് രണ്ട് ക്യാൻസൽ ചെയ്ത് പോയി. G 5/2 of Z by G 3/2 of Z ഉണ്ട്. Okay, that is V/λ³ into G 3/2 of Z. G 5/2 of Z അങ്ങനെ തന്നെ എഴുതി. G 3/2 of Z എന്ന് പറഞ്ഞാൽ എന്താ?
lambda cube by v. G 3/2 of z is equal to lambda cube by v. അല്ലേ? ഇവിടെ g 5/2 of z divided by lambda cube by v എന്ന് പറയും. That is g 5/2 of z into v by lambda cube. That is pv by nkt. Okay. g 5/2 of z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? z plus z square by 2 raised to 5/2 plus z cube by 3 raised to 5/2. ഒക്കെ ജനറൽ എക്സ്പ്രഷനിൽ വരുന്ന കണ്ടീഷനാണ്. സോ പി വി ബൈ എൻ കെ ടി is equal to v by lambda cube into g 5/2 of z. Now from this can be written in terms of virial form. ഒരു virial ഫോമാറ്റിൽ നമ്മൾ ഈ എക്സ്പ്രഷൻ എഴുതുകയാണ് ചെയ്യുന്നത്. പി വി ബൈ എൻ കെ ടി is equal to summation over L is equal to 1 to infinity al lambda cube by v all raised to L minus 1. al lambda cube by v all raised to L minus 1. ഇവിടെ സ്മോൾ വി നമ്മൾ ഓൾറെഡി പറഞ്ഞു 1/n ആണ്, ഇൻവേഴ്സ് ഓഫ് പാർട്ടിക്കിൾ ഡെൻസിറ്റി ആണ്. ലാംഡ എന്ന് പറയുന്നത് മീൻ തെർമൽ വേവ് ലെങ്ത് ആണ്. h/√ of 2πmkt ആണ് ലാംഡ എന്ന് പറയുന്നത്. ലാംഡ ക്യൂബ് ആകുമ്പോൾ അതിനനുസരിച്ച് ഓൾറെഡി 3 കൂടി വരുന്നു മാത്രം. എല്ലിൻ്റെ വാല്യൂ ആണ് ഇവിടെ വേരി ചെയ്യുന്നത്. 1 മുതൽ ഇൻഫിനിറ്റി വരെ വേരി ചെയ്യുന്ന ക്വാണ്ടിറ്റിയാണ് എൽ എന്ന് പറയുന്നത്. al is the virial coefficient of the system. al is known as the virial coefficient of the system. അപ്പോൾ എല്ലിന് 1 കൊടുത്താൽ A1, എല്ലിന് 2 കൊടുത്താൽ A2, എല്ലിന് 1 കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എക്സ്പ്രഷൻ A1 ഇൻറ്റു ലാംഡ ക്യൂബ് ബൈ വി ഓൾ റൈസ് ടു 0. ദാറ്റ് ഈസ് ലാംഡ ക്യൂബ് ബൈ വി എന്ന് പറയുന്ന ടേം ഓൾ റൈസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 ആണ് അല്ലേ? അപ്പോൾ A1 ഫസ്റ്റ് ടേം A1 വരും പ്ലസ് A2 ഇൻറ്റു ലാംഡ ക്യൂബ് ബൈ വി പ്ലസ് A3 ഇൻറ്റു ലാംഡ ക്യൂബ് ബൈ വി ഓൾ സ്ക്വയർ പ്ലസ് A4 ഇൻറ്റു ലാംഡ ക്യൂബ് ബൈ വി ഓൾ റൈസ് ടു 3. അങ്ങനെ എങ്ങനെയാണ് എക്സ്പാൻഷൻ മൂവ് ചെയ്യുന്നത്. ഇതിൽ ആ വിരിയൽ കോഎഫിഷ്യൻസിൻ്റെ വാല്യൂ 3 ടേമുകളുടെ 4 ടേമുകളുടെ വാല്യൂ കൊടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. A1 is equal to 1, A2 is equal to മൈനസ് ആണ് .17678, A3 is equal to -0.00330, A4 is equal to -0.00011. A1, A2, A3 ആ വാല്യൂസ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. നൗ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുടെ ഒരു ഫോമാറ്റിലേക്ക് നമ്മൾ ഈ ഇക്വേഷനെ മാറ്റി എഴുതാണ് അടുത്തായിട്ട് ചെയ്യുന്നത്. ഫോർ ദാറ്റ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് വോള്യൂം CV ആണ്. NK by NK എന്നുള്ളതൊക്കെ ഒരു കോൺസ്റ്റൻ്റ് ആണ്. അതിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ് K എന്ന് പറയുന്നത്. ബോൾട്ട്സ്മാൻ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അവർ കോൺസ്റ്റൻ്റോട് ഡിവൈഡ് ചെയ്യുന്നേ ഉള്ളൂ. അത് എല്ലാം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരിക. NK is a constant, but CV എന്ന് പറയുന്നത് എന്താണ്? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് വോള്യൂം ആണ് വരിക. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഡോ യു ബൈ ഡോ ടി. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇൻറ്റേർണൽ എനർജി ആണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അല്ലേ? എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റേസ് ദ ടെമ്പറേച്ചർ ബൈ 1 ഡിഗ്രി. അതിനാണ് വരുന്ന എനർജിയിൽ വരുന്ന ചേഞ്ച്, എത്രത്തോളം എനർജി നമ്മൾ സപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആയിട്ട് പറയുന്നത്. അപ്പോൾ 1/nk CV by NK ഉള്ളതുകൊണ്ടാണ് 1/nk വരുന്നത്. CV is equal to ഡോ യു ബൈ ഡോ ടി ആണ് അറ്റ് കോൺസ്റ്റൻറ്റ് N and V. ഓക്കെ, and that is equal to dou u by dou t എന്നുള്ളത് യുവിന് പകരം you can check this. U is equal to the 3/2 PV. U is equal to 3/2 PV ആണ് വരിക അല്ലേ? അപ്പോൾ NK പുറത്തുണ്ട്, 3/2 നമുക്ക് പുറത്തേക്ക് വരാം. ഡോ ബൈ ഡോ ടി ഓഫ് PV എന്ന് വരും. ആ 3/2 പുറത്ത് നിർത്തിയിട്ട് NK കൂടി ഉള്ളിലേക്ക് മാറ്റി എഴുതിയതാണിത്. 3/2 ഇൻറ്റു ഡോ ബൈ ഡോ ടി ഓഫ് PV ബൈ NK എന്ന് പറയുന്നത്.
പി വി ബൈ എൻ കെ, നമുക്ക് പി വി ബൈ എൻ കെ ടി നമ്മുടെ അടുത്തുണ്ട്. എന്താണ് ലാംഡ ക്യൂ എ എൽ ഇക്വേഷൻ നമ്പർ 13 ആയിട്ട് കൊടുത്തിട്ടുണ്ട് പി വി ബൈ എൻ കെ ടി അല്ലേ. അപ്പോൾ പി വി ബൈ എൻ കെ ആകുമ്പോൾ എന്ത് വേണം, ടി കൊണ്ട് കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എ എൽ ലാംഡ ക്യൂബ് ബൈ വി ഓൾ റേസ് ടു എൽ മൈനസ് 1 ആണ് പി വി ബൈ എൻ കെ ടി. അപ്പോൾ പി വി ബൈ എൻ കെ ഇസ് ഈക്വൽ ടു എ എൽ ഇൻറ്റു ലാംഡ ക്യൂബ് വി ഇൻറ്റു എൽ മൈനസ് 1 റേസ് ടു എൽ മൈനസ് 1 ഇൻറ്റു ടി. അതിനെ വിത്ത് റെസ്പെക്ട് എന്തുകൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം, ടി കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. പി വി ബൈ എൻ കെ ചെയ്യുമ്പോൾ ഇതിൽ ഇൻറ്റു ടി എന്നുള്ള ടേം വരും, അതിന് ടി കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് കിട്ടുന്ന റിസൾട്ടാണ് ഈ ജസ്റ്റ് എഴുതിയിട്ടുള്ളത്. 3/2 ഉണ്ട്, 1 പ്ലസ് 0.0884 ലാംഡ ക്യൂബ് ബൈ വി പ്ലസ് എക്സെട്ര എന്ന് പറയുന്ന ടേം. സോ വാട്ട് ആർ മേ ബി ഇവിടെ സി വി ബൈ എൻ കെക്ക് പകരം കോമൺ ആയിട്ട് എഴുതുന്ന റിലേഷനാണിത്. 3/2 ഇൻറ്റു സമ്മേഷൻ ഓവർ എൽ ഇസ് ഈക്വൽ ടു 1 to infinity 5 minus 3l/2 al into lambda cube by v all raised to l minus 1. പി വി ബൈ എൻ കെ ടി ആകുമ്പോൾ ഇവിടെ അങ്ങനെ ഒരു കോഎഫിഷ്യൻ്റ് ഇല്ല, അതേപോലെ 3/2 ഇല്ല, അത് വ്യത്യാസം. എ എൽ ഇൻറ്റു ലാംഡ ക്യൂബ് ബൈ വി ഓൾ റേസ് ടു എൽ മൈനസ് 1 എന്നുള്ളത് രണ്ടിലും കോമൺ ആണ്. സമ്മേഷൻ ഓവർ എൽ ഇസ് ഈക്വൽ ടു 1 to infinity രണ്ടിലും കോമൺ ആണ്. പി വി ബൈ എൻ കെ ടി ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ എൽ ഇസ് ഈക്വൽ ടു 1 to infinity എ എൽ ഇൻറ്റു ലാംഡ ക്യൂബ് ബൈ വി ഓൾ റേസ് ടു എൽ മൈനസ് 1 ഉണ്ട്. അതാണ് പി വി ബൈ എൻ കെ ടിയിലാകുള്ളത്. പക്ഷേ സി വി ആകുമ്പോൾ ഇത് കൂടാതെ 5 minus 3l/2 എന്നുള്ളൊരു ടേമും ഒരു 3/2 എന്ന് പറയുന്ന മൾട്ടിപ്ലിക്കേഷൻ ടേമും കൂടുതലായിട്ട് വരുന്നുണ്ടെന്ന് മാത്രം. ഓക്കെ, so these are the expression for specific heat capacity and pressure PV by KT in terms of real coefficients. Okay, നമ്മൾ പറഞ്ഞത് ഇപ്പം എന്താണ്, ഹൈ ടെമ്പറേച്ചർ കണ്ടീഷൻ അല്ലേ. ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ അവിടെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിൻ്റെ ഇൻ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നത് നെഗ്ലിജിബിളി സ്മോൾ ആയിരിക്കും. നമുക്ക് ഓൾറെഡി അറിയാം, നമ്മൾ തെർമോഡൈനാമിക്സിൻ്റെ ലോസിലൊക്കെ പഠിക്കുന്നുണ്ടാവും. അറ്റ് അബ്സല്യൂട്ട് സീറോ എന്താണ്, എല്ലാ പാർട്ടിക്കിളുകളും അതിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിലായിരിക്കും, അതിൻ്റെ മിനിമം എനർജി സ്റ്റേറ്റിലായിരിക്കും എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ കൂടുന്തോറും ഈ പാർട്ടിക്കിൾസിനൊക്കെ തെർമൽ എനർജി അതിൽ ലഭിക്കുകയും അത് അതിൻ്റെ ഹയർ എക്സൈറ്റഡ് സ്റ്റേറ്റുകളിലേക്ക് മൂവ് ചെയ്യുകയും ചെയ്യും അല്ലേ. അപ്പോൾ വലിയ ഒരു എമൗണ്ട് ഓഫ് ടെമ്പറേച്ചർ വന്നു കഴിഞ്ഞാൽ, ടെമ്പറേച്ചർ നമ്മൾ വളരെ വലിയൊരു വാല്യൂ ആകുമ്പോഴും number of particles in the ground state will be very very small compared to the number of particles in excited state or total number of particles. Total number of particles നെ അപേക്ഷിച്ച് അല്ലെങ്കിൽ എക്സൈറ്റഡ് സ്റ്റേറ്റിലുള്ള നമ്പർ ഓഫ് പാർട്ടിക്കിളിനെ അപേക്ഷിച്ച് ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള പാർട്ടിക്കിളുകളുടെ എണ്ണം വളരെ ചെറുതായിരിക്കും. ഇപ്പോൾ ടെമ്പറേച്ചർ ഇൻഫിനിറ്റി ആയി കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ കണ്ടീഷൻ, ടെമ്പറേച്ചർ ഇൻഫിനിറ്റി ആയി കഴിഞ്ഞാൽ അവിടെ ലാംഡയുടെ വാല്യൂ എന്തായിരിക്കും, ലാംഡ ഇസ് ഈക്വൽ ടു എന്തായിരുന്നു, h/√2πm kT ആണ്. h by root of 2πm kT, that is lambda is inversely proportional to root t അല്ലേ. ടെമ്പറേച്ചർ ഇൻഫിനിറ്റി ആയാലും ഇൻഫിനിറ്റിയുടെ റൂട്ട് എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി ആണ്, നമുക്കറിയില്ല. ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ വി കനോട്ട് ഡിഫൈൻ ദാറ്റ്, അത്രേ പറയുന്നത്. നമുക്ക് ഏതാണെന്ന് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്. ഇൻഫിനിറ്റിയുടെ റൂട്ട് എന്ന് പറയുന്നതും ഇൻഫിനിറ്റി തന്നെയായിരിക്കും അല്ലേ. ഇപ്പോൾ ലാംഡയുടെ വാല്യൂ എന്തായിട്ട് മാറും, 0 ആയിട്ട് മാറും എന്നുള്ളതാണ് പറയുന്നത്. ലാംഡ ഈസ് ടെൻഡിങ് ടു 0. ഈ ലാംഡ 0യിലേക്ക് ടെൻഡ് ചെയ്യുന്ന കണ്ടീഷനാണ് നമ്മുടെ ക്ലാസിക്കൽ കണ്ടീഷനായിട്ട് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഹൈ ടെമ്പറേച്ചർ കണ്ടീഷൻ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് പറയാവുന്നത് ടെമ്പറേച്ചർ കുറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ, ആസ് ദ ടെമ്പറേച്ചർ സ്റ്റാർട്ട്സ് ടു ഡിക്രീസ്, ടെമ്പറേച്ചർ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുക ലാംഡ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് ടി ആണ് അല്ലേ. ടെമ്പറേച്ചർ ഇൻഫിനിറ്റി ആകുമ്പോൾ ലാംഡ 0, ടെമ്പറേച്ചർ കുറയും തോറും എന്ത് ചെയ്യും, ലാംഡയുടെ വാല്യൂ കൂടിക്കൂടി വരും അല്ലേ. ആസ് ദ ടെമ്പറേച്ചർ ഫോൾസ് ലാംഡ ഇൻക്രീസസ്, ലാംഡ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ലാംഡ ക്യൂബ് ബൈ വിയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യാം. അപ്പോൾ ഹൈ ടെമ്പറേച്ചർ കണ്ടീഷനിൽ നമ്മൾ മുകളിൽ പറഞ്ഞ ഇക്വേഷൻസ് പി വി ബൈ എൻ കെ ടിക്ക് നമ്മൾ റിയൽ ഫോമിൽ പറഞ്ഞ ഇക്വേഷനും സി വി ബൈ എൻ കെക്കും റിയൽ ഫോമിൽ പറഞ്ഞ ഇക്വേഷൻസ് എന്ത് ചെയ്യാൻ പറ്റില്ല, യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ടിയുടെ വെരി ഹൈ വാല്യൂസിൽ മാത്രമാണ് നമ്മൾ മുകളിൽ പറഞ്ഞ രണ്ട് ഇക്വേഷൻസ്, ഇക്വേഷൻ നമ്പർ സ്പെഷ്യലി 13 ആൻഡ് 14ൻ്റെ മുകളിൽ എഴുതിയ ഇക്വേഷൻ ഓർ 14 ഏതായാലും രണ്ടും സെയിം തന്നെയാണ്. ഇക്വേഷൻ നമ്പർ 14 ഓർ 14ൻ്റെ മുകളിൽ എഴുതിയ ഇക്വേഷൻ, ഈ രണ്ട് ഇക്വേഷൻസും വാലിഡ് ആവുന്നത് ഹൈ ടെമ്പറേച്ചർ കണ്ടീഷനിൽ മാത്രമാണ്, വെരി ഹൈ ടെമ്പറേച്ചർ കണ്ടീഷനിൽ മാത്രമാണ്.
ടെമ്പറേച്ചർ കുറയും തോറും ലാംഡയുടെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കും. ലാംഡയുടെ വാല്യൂ കൂടിക്കഴിഞ്ഞാൽ ലാംഡ ക്യൂബ് ബൈ വിയും ഇൻക്രീസ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ മുകളിൽ പറഞ്ഞ ഇക്വേഷൻസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ലാംഡയുടെ വാല്യൂ കൂടുക എന്ന് പറയുമ്പോൾ ടിയുടെ വാല്യൂ കുറയുകയാണ്. ആ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ടെമ്പറേച്ചർ കുറയും തോറും ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസിൻ്റെ എണ്ണം കൂടാൻ സാധ്യതയുണ്ട് അല്ലേ? അപ്പോൾ ഇതിനെ വെച്ചിട്ടാണ് നമ്മൾ ഇനി എന്ത് ചെയ്യുന്നത്? നമ്മുടെ ലോ ടെമ്പറേച്ചർ കണ്ടീഷൻ നമ്മൾ പറയുന്നത്. ലോ ടെമ്പറേച്ചർ കണ്ടീഷനിലാണ് നമ്മുടെ ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേഷൻ വരുന്നത്. ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേഷനിലെ കൂടെയാണ് നമ്മൾ 1-2 റെയ്മൺസ് സീറ്റ കണ്ടീഷൻ എന്ന് പറയുന്ന കണ്ടീഷനും കാര്യങ്ങളൊക്കെ വരുന്നത്.